നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്നുള്ള പ്രോബ്ലം ആയി. പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ തീർച്ചയായും പണം എന്ന് പറഞ്ഞ സാധനം എന്തായാലും വേണം. അപ്പൊ ആ പണം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞത് അത് പണം ഉണ്ടാക്കിയ ആളുകൾ ചെയ്യുന്നത് എന്തോ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം നമ്മളെ ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് ഉപദേശങ്ങളും ഒക്കെ നാട്ടുപുറത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അവരുടെ ഉപദേശങ്ങൾ കേട്ടാൽ നമുക്കറിയാം അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നിലവാരം എന്താണോ ആ നിലവാരത്തിൽ നിന്ന് ഉയരാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. കാരണം നമ്മൾ അധ്വാനിക്കാത്തത് കൊണ്ടല്ല പല ആളുകളും ജീവിതത്തിൽ രക്ഷപ്പെടാത്തത്. നമ്മളെല്ലാരും സംബന്ധിച്ചും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ രക്ഷപ്പെടും. ഒരുപക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പല ആളുകളും ജീവിക്കുക. ഇതേ ചിന്ത കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പും നമുക്കുണ്ടായിരുന്നു അല്ലെ? എല്ലാ ന്യൂ ഇയർ വരുന്ന സമയത്ത് അടുത്ത ന്യൂ ഇയറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി മാറും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്തൊരു വർഷം വരുമ്പോഴും അന്നും നമ്മൾ അത് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നമുക്കൊരു ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി ഈ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് മാറും. ഇനി ഇല്ലെങ്കിൽ നമ്മൾ അതേ ജോലി അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരിക്കലും ഇനി ഒരു 5 വർഷത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ഇന്നിങ്സ് ആണ്. നമുക്ക് ഒരു ലൈഫിൽ പരാജയപ്പെട്ടത് നമുക്ക് അടുത്ത ലൈഫിൽ കാണിച്ചു തരാന്ന് പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കാൻ അത് ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉപകരിക്കും. അതിന് ബ്രെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനം എടുക്കുക, ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കണോ വേണ്ടയോ. അത് നമ്മളെ തീരുമാനമായിരിക്കണം. കാരണം നമ്മളെ തലച്ചോറ് എന്തെങ്കിലുമൊക്കെ സമയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ മറ്റുള്ളവരുടെ തലച്ചോറ് ഒരിക്കലും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം സ്വന്തമായിട്ട് ഉണ്ട്. കാരണം പലപ്പോഴും പല വലിയ വലിയ സക്സസിലേക്ക് ആളുകൾ എത്താത്തതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ ലോകത്തുള്ള എല്ലാവരും പറയുന്നത് കേട്ട് ജീവിച്ച ഒരാളും ലോകത്ത് ഒരു അത്ഭുതം ഉണ്ടാക്കിയിട്ടില്ല. വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് അവരെ വിജയത്തിലേക്ക്. അപ്പൊ എനിവേ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമ്മുടെ പ്രോജക്റ്റിന്റെ പേര് അപെക്സ് ടോക്കൺ ആണ്. എന്താണ് അപെക്സ് ടോക്കൺ എന്ന് ചോദിച്ചാൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി. നമുക്കറിയാം ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന കറൻസീസ് എന്ന് പറയുന്ന പേരാണ് ക്രിപ്റ്റോ കറൻസികൾ. ഇന്ന് അത്തരത്തിലുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഇത്. ഒരു മൾട്ടി യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടാണ് ഇപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. കാരണം ഓൺ ബ്ലോക്ക് ചെയിൻ നമ്മൾ അപെക്സിന്റെ ഓൺ ബ്ലോക്ക് ചെയിൻ വരുന്നതോട് കൂടിയിട്ടാണ് അപെക്സ് ടോക്കൺ എന്നുള്ളത് കോയിൻ ആയിട്ട് മാറാറുള്ളത്. അതുവരെ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 നെറ്റ്വർക്കിലാണ്. ഇത് വേൾഡിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആയിട്ടുള്ള ഫിനാൻസിന്റെ അവരുടെ ബ്ലോക്ക് ചെയിൻ BNB എന്ന് പറഞ്ഞ കോയിന്റെ ബ്ലോക്ക് ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. മറ്റൊന്ന് എതേറിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ്. അവരുടെ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രോൺ എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ആ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ടാണ് കമ്പനി നടക്കുന്നത്. ഇനി എന്താണ് അപെക്സ് ടോക്കൺ എന്ന് വെച്ചാൽ നമ്മൾ അപെക്സ് ടോക്കൺ ഈസ് എ യൂട്ടിലിറ്റി ടോക്കൺ ഡെവലപ്ഡ് ഇൻ മൾട്ടിപ്പിൾ ബ്ലോക്ക് ചെയിൻസ്. 3 ബ്ലോക്ക് ചെയിൻ അതായത് എതേറിയം ഫിനാൻസ് ട്രോൺ യൂസ് ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടാണ് അപെക്സ് ടോക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപയോഗം എങ്ങനെയാണ്. ഇതിന്റെ മെയിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ എക്സ്ചേഞ്ചിന്റെ യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാറ്. ഇപ്പൊ ഫിനാൻസിന്റെ യൂട്ടിലിറ്റി ടോക്കൺ ആണ് BNB എന്ന് പറഞ്ഞ കോയിൻ. അതുകൊണ്ടാണ് ലോകത്ത് BNB എന്ന് പറഞ്ഞ കോയിൻ വലിയ രീതിയിൽ വളർച്ചയുണ്ട്. ആ ഫിനാൻസ് എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, ആ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നു, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം BNB ആണ് അവിടുത്തെ യൂട്ടിലിറ്റി. അല്ലെങ്കിൽ ആ കോയിൻ പർച്ചേസ് ചെയ്താൽ മാത്രമേ അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ കോയിൻ എന്നുള്ളതിന്റെ ഡിമാൻഡ് കൂടിയും വലിയ രീതിയിലേക്ക് മാർക്കറ്റിൽ ഹൈപ്പ് ഉണ്ടായി. സെയിം ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടാണ് അപെക്സ് ടോക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം അവരുടെ ബ്ലോക്ക് ചെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നോർമലി പല ഇതിലും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന
എല്ലാ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അതിൽ മെയിൻലി ഒന്ന് രണ്ടാം പറയാൻ ICO ലോഞ്ച് പാഡ് പുതിയ കറൻസികൾ ടോക്കൺസ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഗ്യാസ് ഫീൽഡിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ NFT മാർക്കറ്റ് പ്ലേസ്, അതുപോലെ തന്നെ DeFi ആപ്ലിക്കേഷൻ, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ആപ്ലിക്കേഷൻ, ഇങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ ഉണ്ട്. ഒരു പക്ഷെ പുതിയ ആളുകളെ സംബന്ധിച്ച് ഈ പറയുന്നത് എന്താണെന്ന് ഡൗട്ട് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും നമ്മുടെ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം അറിയുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ടേംസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അറിയാവുന്ന ആളുകൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പ്രോജക്ട് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഈ സമയത്ത് നമുക്ക് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ക്രിപ്റ്റോ കറൻസി അല്ലെ? ക്രിപ്റ്റോ കറൻസി എന്ന് പല സമയത്തും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് കേട്ടില്ലെങ്കിൽ പോലും ബിറ്റ്കോയിൻ എന്ന് കേൾക്കാത്ത ഒരാൾ കൊടുക്കുന്നത്. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്ന കറൻസിയാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയാം. ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലൂടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കറൻസി. ഈ ഒരു കറൻസിയുടെ പ്രത്യേകത ഇതൊരു രാജ്യത്തിലെയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ ഇവന്റ്സിലൊന്നും വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കറൻസി അല്ല. അപ്പൊ നമുക്കറിയാം ഏത് കറൻസി, ഇന്ത്യൻ കറൻസി നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മൊത്തം ഗ്രോത്തിനെ ആണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യക്ക് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ വാല്യൂ കുറയാനുള്ള സാധ്യത. US$ ആണെങ്കിൽ ഓരോ രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും അല്ലാതെ ഇന്റർനാഷണലി എവിടെയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസിയാണ് ഡിജിറ്റൽ കറൻസി. അതായത് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ US നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ റുപ്പി നമ്മൾ US$ കൺവേർട്ട് ചെയ്ത് അതായിരിക്കും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഇന്ന് ലോകത്ത് എവിടെയും നിങ്ങളുടെ വാലറ്റ് ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിൽ ലോകത്തെ എല്ലാ സ്ഥലത്തും അതിനൊരു വാല്യൂ ആണ്. അത് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കൊരു പക്ഷെ ആ വാല്യൂ ഇപ്പൊ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ അത് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറൻസി ആയിട്ട് മാറ്റാനുള്ള സൗകര്യം. അപ്പൊ ഈ എക്സ്ചേഞ്ചുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് വാലറ്റ് വാലറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വലിയ ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കറൻസിയാണ്. അപ്പൊ ഇത് എവല്യൂഷൻ ഓഫ് മണി നോക്കുകയാണെങ്കിൽ നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന ഒരു ബാർട്ടർ സിസ്റ്റം, അതിൽ നിന്ന് പിന്നീട് നമുക്കറിയാം ബാർട്ടർ സിസ്റ്റം സാധനങ്ങൾ കൈമാറുമ്പോൾ ഒരിക്കലും അത് ആക്യുറേറ്റ് ആവില്ല. അപ്പൊ അതിനൊരു ആക്യുറസി വരുത്താൻ വേണ്ടി പ്രഷ്യസ് മെറ്റൽസ് വന്നു. അതിനുശേഷം ഒരു ഗോൾഡ് ബാക്ക്ഡ് കറൻസി വന്നു. ഒരു രാജ്യത്തിന്റെ മൊത്തം ഗോൾഡിനനുസരിച്ച് രാജ്യങ്ങൾക്ക് കറൻസി പ്രിന്റ് ചെയ്യാം. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ തോന്നാം റിസർവ് ബാങ്കിന് കുറെ കറൻസി ഒക്കെ പ്രിന്റ് ചെയ്ത പോലെ ഇന്ത്യ സമ്പന്നമാവില്ലേ. പക്ഷെ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള എഗ്രിമെന്റ് പ്രകാരം ഒരു രാജ്യത്തിന്റെ മൊത്തം ഗോൾഡിന്റെ നിലവാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ശേഷിക്ക് അനുസരിച്ച് കറൻസി പ്രിന്റ് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഗോൾഡ് എന്നുള്ള ഒരു മെറ്റീരിയൽ മാത്രമല്ലല്ലോ. ഇപ്പോ ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രം സംബന്ധിച്ച് വ്യവസായം ഉണ്ടാവും, സർവീസ് സെക്ടർ ഉണ്ടാവും, പല സെക്ടേഴ്സ് ഉണ്ട്. ഈ എല്ലാത്തിന്റെയും മൊത്തം GDP ഗ്രോത്തിനനുസരിച്ച് കറൻസി പ്രിന്റ് ചെയ്യുന്നു. അതാണ് ഫിയറ്റ് ഇന്ന് നമ്മൾ കാണുന്ന കറൻസിയാണ്. പക്ഷെ ഇതൊക്കെ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കറൻസി ആണെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ പ്രത്യേകത ലോകത്ത് ഏത് രാജ്യത്തും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, വാലറ്റിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി ഫോം ക്രിപ്റ്റോ കറൻസി. അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇനി എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി ഫ്യൂച്ചർ ഓഫ് മണി എന്നറിയപ്പെടുന്നത്? നമുക്കറിയാം, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്കൊരു നോൺ കറൻസി, ഇപ്പൊ ഇന്ത്യൻ കറൻസിയെ സംബന്ധിച്ച് ആ കറൻസി പ്രിന്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ പോലും നമുക്കറിയാം ഒരുപാട് ചെയ്യുന്നുണ്ട്. റിസർവ് ബാങ്ക് ഉൾപ്പെടെ അതിന്റെ അണ്ടറിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവും, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ വേണം, അത് പ്രിന്റ് ചെയ്യണം. ഇങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് രാജ്യത്തെ സംബന്ധിച്ച് ഫിസിക്കൽ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇത് ഡിജിറ്റൽ ഫോം ഓഫ് മണിയാണ്. ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷനോ ഈവൻ ഒരു പേപ്പർ പോലും നമുക്ക് ഈ ഒരു കറൻസിയുടെ കാര്യങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, നമുക്ക് എവിടെയെങ്കിലും ഒരു ബില്ല് പ്രിന്റ് ചെയ്യണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് റെസിപ്റ്റ് എടുക്കണം, ATM പോകണം, പല തരത്തിൽ നമുക്ക് നോർമൽ ഫിസിക്കൽ മണിയിൽ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് മണിയാണ് ക്രിപ്റ്റോ കറൻസി. ഇത് സ്മാർട്ട് കോൺട്രാക്ട്, ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിപ്റ്റോ കറൻസികളൊക്കെ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് കോൺട്രാക്ട് ആണ്. A self-executing contract with terms of agreement between buyer and seller being directly written in terms of written in lines of code. ഈ ഒരു പ്രത്യേക അൽഗോരിതം വെച്ച്, സോഫ്റ്റ്വെയർ വെച്ച്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വെച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ മോഡാണ് നമ്മൾ പറയുന്നത്. ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ സ്മാർട്ട്
സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയും. ഇവിടെ ഒരിക്കലും ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ ആവശ്യമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പൊ നമ്മള് പണമെല്ലാം ഒരുപക്ഷെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനം അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്. ആ സെൻട്രൽ അതോറിറ്റിയെ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വർഷം 10 കോടി രൂപ നമ്മൾ ഏതെങ്കിലും ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപക്ഷെ ആ സെൻട്രൽ അതോറിറ്റി ഹാക്ക് ചെയ്തു അവിടെയുള്ള രേഖകൾ നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനൊരു തെളിവുണ്ടാവില്ല. കാരണം അത് സെൻട്രലൈസ്ഡ് ആണ് സിസ്റ്റം. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അത് നമുക്കറിയാം എത്ര സ്ഥലത്ത് എത്തില്ല. അപ്പൊ നമ്മളത് എവിടെ ബാങ്കിൽ പോയി അന്വേഷിക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം. കാരണം അത് ഒക്കെ സെൻട്രലൈസ്ഡ് സിസ്റ്റംസ് ആണ്. ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്യൂർ ആണെന്ന് പറഞ്ഞാലും ഒരാൾ വിചാരിച്ചാൽ അത് ഹാക്ക് ചെയ്യാൻ പറ്റും. കാരണം പുതിയ പുതിയ ഹാക്കേഴ്സ് വരും. ഇപ്പൊ ബാങ്കിൽ നിന്ന് പല രീതിയിൽ പല ആളുകളുടെ പണം നഷ്ടപ്പെടുന്നു, പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഈ സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ടെക്നോളജി, ഈ സെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഒരു ഗ്രൂപ്പിലിരിക്കുന്ന ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് എന്റെ വാലറ്റിൽ നിന്ന് പണം അയക്കാൻ പറ്റും. അതൊരു കറൻസി അയക്കാൻ പറ്റും, ക്രിപ്റ്റോ കറൻസി അയക്കാൻ സാധിക്കും. അത് വിത്തിൻ 14 സെക്കൻഡിനുള്ളിൽ വാലറ്റ് ആവും. പക്ഷെ ഈ ഒരു ട്രാൻസാക്ഷനിലോ അല്ലെങ്കിൽ എന്റെ വാലറ്റിലോ മറ്റൊരാൾക്കും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം മറ്റൊന്ന്, ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞത് രണ്ടുപേർ തമ്മിലാണ് നടക്കുന്നുണ്ടെങ്കിലും ലോകത്ത് ഒരുപാട് സിസ്റ്റംസിൽ ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതില് പക്ഷെ ലോകത്ത് ഒരു രാജ്യത്തിനെ മൊത്തം ഹാക്ക് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിന് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ലോകത്ത് മുഴുവൻ, ലോകത്ത് ഒരുപാട് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അത് നോഡെന്നാണ് പറയാം, നോഡിൽ സ്റ്റോർഡാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണത്താലും ഈ ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒരാളുടെ അക്കൗണ്ടോ മറ്റു കാര്യങ്ങളോ നമ്മുടെ പാസ്വേഡോ അല്ലെങ്കിൽ അത് പക്ഷെ നമ്മുടെ ന്യൂമോണിക് കോഡ് ഉണ്ടാവും, ആ കോഡോ ഉപയോഗിക്കാതെ പറ്റില്ല. ഞാൻ അതിന്റെ സെക്യൂരിറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയം നമുക്ക് ഇല്ല. അത് മനസ്സിലാക്കപ്പെടാം. അതിലൊരു 51% കമ്പ്യൂട്ടേഴ്സെങ്കിലും ഹാക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് എങ്കിലും ഒരാൾക്ക് വരുത്താൻ പറ്റുള്ളൂ. കാരണം അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അത്രയും സെക്യൂർ ആണെന്ന് പറയാനുള്ള കാരണം. കാരണം മെയിൻ നമുക്ക് ആക്യുറസിയാണ്, ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ സെക്യൂരിറ്റി, കമ്മ്യൂണിക്കേഷൻ, എഫിഷ്യൻസി, അതുപോലെ പേപ്പർ ഫ്രീ, ഇങ്ങനെ ഒരുപാട്. ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ ഫ്രീ ആണ് ട്രാൻസാക്ഷൻ. ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മളിപ്പോ ഒരുപക്ഷെ UAE ദുബായിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നു, കുവൈറ്റ് പോകുന്നത്, പല സ്ഥലങ്ങളും പോകുന്നു. നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ റുപ്പി പോയിട്ട് എക്സ്ചേഞ്ച് പോയി കൺവേർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് വലിയൊരു എക്സ്പെൻസ് ആണ് വരുന്നത്. പക്ഷെ ഒരു എക്സ്പെൻസ് ഇല്ലാതെ പേപ്പർ ഫ്രീ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്. ഇനി എന്തുകൊണ്ട് ലോകം മുഴുവൻ ഈ ഒരു മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചോദിച്ചാൽ നമുക്കറിയാം, ഇന്ന് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. 10 ഗ്രാം 2010 20,000 റേറ്റ് വന്നത്. പക്ഷെ അത് 2020 ഇപ്പൊ നമുക്കറിയാം 67,000 ക്രോസ് ചെയ്ത്, 10 ഗ്രാമിൽ ക്രോസ് ചെയ്ത് 70,000 മുകളിൽ പോയിട്ടുണ്ട്. അതേ സമയത്ത് 2010 ബിറ്റ്കോയിൻ എന്നുള്ള ഈ ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലൂടെ ഒരു കറൻസി ലോഞ്ച് ചെയ്ത സമയത്ത് അതിന്റെ വാല്യൂ പറഞ്ഞത് $0.00 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ USDT റേറ്റ് ഒരു 90 വെച്ച് 27 പൈസയായിരുന്നു റേറ്റ്. പക്ഷെ അതേ ബിറ്റ്കോയിൻ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞത് ഇത് ടോട്ടലി ഇന്ന് ഞാൻ നോക്കിയ റേറ്റ് $69,000. $60,000 ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 65 ലക്ഷം രൂപയാണ്. 27 പൈസ 2010 ഒരു വ്യക്തി ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ ഈ ഒരു ആശയത്തിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഇന്ന് 60 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര വിശ്വസിക്കും എന്നറിയില്ല. പക്ഷെ ഇത് നടന്നിട്ടുള്ള കാര്യമാണ്. ഇത് ബിറ്റ്കോയിന്റെ കേസ് മാത്രമല്ല, ഒരുപാട് ക്രിപ്റ്റോ കറൻസി ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ഒറ്റ നമുക്കറിയാം ഇന്ന് ക്രിപ്റ്റോ കറൻസി അത്രയേറെ ഡെവലപ്പ് ചെയ്തു. കാരണം എന്തുകൊണ്ട് അവർ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മോഡലായിട്ട് കാണുന്നു ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്, അത്രയും സെക്യൂർ ആണ് ഈ മേഖല എന്നുള്ളത്. അപ്പൊ ഈ ഇത്രത്തോളം സെക്യൂരിറ്റി ഉള്ള ഒരു മേഖലയിലാണ് നമ്മൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സപ്ലൈ എന്ന് പറഞ്ഞത് ലിമിറ്റഡ് ആയിരിക്കുന്നത്. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ 21 മില്യൺ, അതിനേക്കാൾ ഒരു ബിറ്റ്കോയിൻ പോലും നമുക്ക് എക്സ്ട്രാ മൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വില കൂടുന്ന സമയത്ത് വിൽക്കാം എന്നുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ
നിലവിൽ കൈവശം വെക്കുന്ന ആളുകൾ അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് വിൽക്കുന്നുണ്ടെങ്കിൽ പോലും പ്രോഫിറ്റിലായിരിക്കും കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ബൈങ് നടക്കുമ്പോൾ അതിന്റെ റേറ്റ് കൂടും. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു കറൻസിയാണ്. ഒരു പക്ഷേ നമ്മളുടെ ഭൂരിപക്ഷ ആളുകളും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇയാൾ എന്തൊക്കെയോ ഒന്ന് പറയുന്നുണ്ട് അല്ലെ, ക്രിപ്റ്റോ കറൻസി ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഒരു പക്ഷെ നമ്മളൊക്കെ അങ്ങനെയാണ്, ആദ്യമായിട്ട് ചിലപ്പോൾ കേൾക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇത് പുറം രാജ്യങ്ങളിലൊക്കെ വളരെ ഫെമിലിയർ ആയിട്ട് എല്ലാ ആളുകളും യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ത്യൻ എക്സ്പ്രസിൽ 2019 ന്യൂസ് ആണ്, ബ്രെറ്റ്ലി ഡൊണേറ്റ്സ് ബിറ്റ്കോയിൻ ടു ക്രിപ്റ്റോ റിലീഫ് ഫോർ ഇന്ത്യ ഫൈറ്റ് അഗെയിൻസ്റ്റ് COVID-19. Bradley on Tuesday decided to donate 1 billion, approximately 14 lakh to help India in fight against COVID-19. COVID-19 ടൈമിൽ ബ്രെറ്റ്ലി ഇന്ത്യക്ക് ഡൊണേറ്റ് ചെയ്തത് ഒരു ബിറ്റ്കോയിൻ ആണ്. അതിന്റെ അന്നത്തെ റേറ്റ് 14 lakh ആണ്. ഇന്നിപ്പോ അത് ഞാൻ പറഞ്ഞു 65 lakh ആയി ചിന്തിച്ചു നോക്കുക. ബ്രെറ്റ്ലി എന്നുള്ളത് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്, ഒരു ഫിനാൻഷ്യൽ ഒന്നുമില്ല. അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മേഖലകളിലാണ്. Nobody can stop Bitcoin. കാരണം അദ്ദേഹം പറയുന്നത് Bitcoin is exciting me because it shows how cheap the transaction can be. എത്ര ചീപ്പായിട്ട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. എവിടെയും നമ്മളെ വാലറ്റിലുള്ള ചെറിയൊരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ബിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട. ഒരു പക്ഷെ നമ്മൾ ബാങ്കിലൊക്കെ പോയി നമുക്കറിയാം, പല ആവശ്യങ്ങൾക്കും നമ്മൾ ബാങ്കിൽ പോകും. നമ്മളവിടെയുള്ള ഒരുപാട് സ്റ്റാഫുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുക, അവിടെ നമ്മൾ ഇടപാട് നടത്തുന്നവരാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വർക്ക് ചെയ്ത് പോകുന്നത്. നമ്മൾ ചിലപ്പോൾ ലോൺ എടുക്കുന്നുണ്ടാവും, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും, വിഡ്രോവൽ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അതിന്റെ ഫീ ഉപയോഗിച്ചിട്ടാണ് അവരൊക്കെ റൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചീപ്പായിട്ട് കാര്യം ചെയ്യാൻ പറ്റും. ഇത് എലോണിന്റെ ഒരു ട്വീറ്റ് ആണ്. Designed to give out 4,000 Ethereum to my fans. അദ്ദേഹം കുറച്ച് മുമ്പുള്ളൊരു ട്വീറ്റ് ആണ്, അത് പറയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഫാൻസിന് 4,000 Ethereum കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ക്രിപ്റ്റോയിലാണ് എന്നതിലുപരി അദ്ദേഹത്തിന്റെ ഫാൻസ് കോമൺ പീപ്പിൾ ആയിരിക്കും. കോമൺ പീപ്പിൾസ് വരെ ക്രിപ്റ്റോ വാലറ്റ് കീപ്പ് ചെയ്യുന്നു. അവർക്ക് നമ്മൾ ഇവിടെ ക്യാഷ് കൊടുത്താൽ പോപ്പുലർ ആണ് വിദേശങ്ങളിൽ ഈ ഒരു കറൻസി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു പ്രോജക്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മള് സിഇഒ അഭിജിത്ത് മാണി എന്ന് പറയുന്ന ഒരു മലയാളിയാണ് നമുക്ക് ഏറ്റവും എന്താ പറയാ അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷം. കാരണം ഇന്ന് ഈ ലോകത്തെ തന്നെ ഒരു പക്ഷെ നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഇത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ ഒരു ഡയറക്ടർ മലയാളിയായത് നമ്മളൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് UK വെബ്സൈറ്റിൽ കയറുക, അപെക്സ് ടോക്കൺ എന്ന് സെർച്ച് ചെയ്യുക. അവിടെ അപെക്സ് ടോക്കൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് അതിന്റെ കമ്പനി നമ്പർ, അവരവിടെ ഫയൽ ചെയ്തിട്ടുള്ള ഹിസ്റ്ററി, ഒരു 30 പേജുള്ള ഒരു PDF ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും. ഫയലിംഗ് ഹിസ്റ്ററി ഒരു 30 പേജുള്ള PDF കിട്ടും. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഇൻകോർപ്പറേഷൻ ലൈസൻസ്, സെക്കൻഡ് നമുക്ക് നമ്മുടെ ഓഫീസ് എവിടെയാണ്, തേർഡ് നമ്മുടെ CEO ആരാണ്, അതിന്റെ ഡീറ്റെയിൽസ്, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ എന്താണ്, അങ്ങനെ തുടങ്ങി സകല ഡീറ്റെയിൽസ് ഈ 30 പേജുള്ള PDF മതി. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ഒരു ഡീറ്റെയിൽസും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത്രയും പക്ക രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ദെൻ അതിൽ കഴിഞ്ഞ ഡീറ്റെയിൽസ് ആണ്, അത് ചെയ്തിട്ടുള്ള അതോറിറ്റി, അതിന്റെ ഡീറ്റെയിൽസ് അതിൽ തന്നെ ഉണ്ട്. ഇനി ഈ കമ്പനിയുടെ ഒരു ടോക്കൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ടോക്കൺസ് എന്ന് ചോദിച്ചാൽ 1,500 കോടി ടോക്കൺസ്, 15,000 കോടി ടോക്കൺസ് ഉണ്ട്. അതിൽ 150 ബില്യൺ അല്ലെങ്കിൽ 15,000 കോടി അല്ലെങ്കിൽ 150 ബില്യൺ എന്ന് പറയാം. 150 ബില്യണില് 30 ബില്യൺ വരുന്നത് ERC എത്തേറിയത്തിന്റെ നെറ്റ്വർക്കിലും, 30 ബില്യണിലുള്ള BNB എന്ന് പറയുന്ന നെറ്റ്വർക്കിലും, മറ്റത് TRC എന്ന് പറയുന്ന നെറ്റ്വർക്കിലും. ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ കോയിൻ ഉള്ളത് ERC എത്തേറിയത്തിന്റെ ബ്ലോക്ക് ചെയിനിൽ ഉള്ളത് 30 ബില്യൺ ആണ്, അല്ലെങ്കിൽ 3000 കോടിയാണ്. അതായത് ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിനിലുള്ള നമ്മുടെ കോയിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 3000 കോടിയാണ്. ഈ ട്രോൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലുള്ളത് വരുന്നത് 9,000 കോടിയാണ്. അതൊക്കെ അവിടെ കാണിച്ചു. നമ്മുടെ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 1.5 വർഷമാവുകയും ഈ 1.5 വർഷത്തിനുള്ളിൽ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപിറ്റൽ ലിസ്റ്റ് ചെയ്തു.
അതുപോലെ തന്നെ അസ്ബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ, പോയിന്റ് ബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ നമ്മളെ ഓൺ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തു. ആ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പൊ അടുത്ത റീസെന്റ് അമേരിക്കയിലെ തന്നെ നമ്പർ 1 എക്സ്ചേഞ്ചുകളുമായുള്ള ബിറ്റ്മാർട്ട് ലോഞ്ച് ചെയ്തു. അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ഓൾറെഡി എൽ ബാങ്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ബുക്കോയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ബിനാൻസിലേക്ക് നമ്മൾ ഫൈനലി ബിനാൻസിലേക്ക് അനൗൺസ് ലോഞ്ച് ചെയ്യാൻ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ് ലോഗോ ചെയ്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു കോയിനാണ് അപെക്സ് ടോക്കൺ. ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കോയിൻ, അതുമായി ബന്ധപ്പെട്ട നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കോയിൻ എക്സ്ചേഞ്ചിൽ നമ്മൾ എന്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ഈ കോയിൻ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ നമുക്കറിയാം ഏത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങണമെങ്കിലും അതിന് അഡ്വർടൈസ്മെന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു ഇവൻ നമ്മൾ വളരെ സിമ്പിൾ ആയി കാണുന്ന പല പ്രോഡക്ട്സും ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി പലപ്പോഴും നമ്മളൊരു വിക്സിന്റെ മിഠായി വാങ്ങി കഴിക്കാറുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ മിഠായി വിക്സ് എന്നുള്ള ഒരു മിഠായിയുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ എത്ര അവര് അഡ്വർടൈസ്മെന്റ് ചെലവാക്കിയിട്ടുണ്ട്. കാരണം വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ക്രിക്കറ്റ് പ്ലെയർ ആണ് അതിന്റെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ആദ്യത്തെ ബോൾ എറിഞ്ഞു, അത് മിസ്സായി. അതിന് കാരണം തൊണ്ടയിൽ കിച്ച്കിച്ചാണ്. അടുത്ത ബോൾ എറിയുന്നതിന് മുമ്പ് ആളൊരു വിക്സ് മിഠായി കഴിക്കും, അടുത്ത ബോൾ സിക്സറാണ് അല്ലെ, വിക്സ് മിഠായി കഴിച്ച് സിക്സർ അടിക്കും. അപ്പോ 14 കോടി രൂപയാണ് അത്തരത്തിൽ. നമുക്കറിയാം നമ്മുടെ പച്ചക്ക് പറ്റിക്കുന്ന കാര്യമാണ്. വിക്സ് മിഠായി കഴിച്ചിട്ട് സിക്സർ അടിക്കാന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല അല്ലെ. ഒരു ഉദ്ദേശകാര്യം എനിവേ എന്തായിക്കോട്ടെ, 14 കോടി രൂപയാണ് ആ 1 രൂപയുടെ വിക്സ് മിഠായിക്ക് വേണ്ടി ആ ബ്രാൻഡ് ചെലവഴിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങളാണ്. അതിൽ 10%, അതായത് 14 കോടി പേര് ഈ മിഠായി വാങ്ങിച്ച പൈസ ആദ്യം ഇതിനെ ബ്രാൻഡ് ആക്കാൻ കൊടുക്കുന്നുണ്ട്. അത്രയേറെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള മേഖലയാണ് അഡ്വർടൈസിംഗ്. നോർമലി ക്രിപ്റ്റോ കറൻസീസ് ചെയ്യാൻ എലോൺ മസ്കിനെ കൊണ്ടോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപോ അതല്ലെങ്കിൽ ബിൽ ഗേറ്റ്സോ അങ്ങനെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഇതിനെ കുറിച്ച് എന്തെങ്കിലും കമന്റ്സ് പറയണം. അതൊക്കെ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായി. ഇതാണ് ഒരു മോഡോ. നമുക്കറിയാം, നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് വന്നത് ഇവിടെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള വേല് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. ആ കമ്മ്യൂണിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഏതൊരു എക്സ്ചേഞ്ച്, ഇപ്പൊ ബിറ്റ്മാർട്ടിൽ എന്തുകൊണ്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട്, ഇത്രയേറെ കസ്റ്റമേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ KYC നമ്മുടെ അടുത്തുണ്ട്, നമ്മൾ ഓൺ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വലിയൊരു എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് അത്തരം വലിയ വലിയ എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം. ഇനി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ബിറ്റ്മാർട്ടിൽ ലിസ്റ്റ് ചെയ്ത് അനൗൺസ്മെന്റ് വന്നപ്പോൾ പോലും $0.1 വാല്യൂ നിന്ന് അപെക്സ് ടോക്കൺ $1 ടച്ച് ചെയ്തു. കാരണം മറ്റൊന്നുമല്ല, 10 മടങ്ങോളം വർദ്ധിച്ചു. ഒരു പക്ഷെ അന്ന് ഒരു $1000 കോയിൻ വാങ്ങി വെച്ച ഒരാളുണ്ടെങ്കിൽ $10,000 ആപ്പ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു 1 ലക്ഷം രൂപയ്ക്ക് കോയിൻ വാങ്ങിച്ച ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം രൂപ റിട്ടേൺ എടുക്കാൻ പറ്റുമായിരുന്നു. ആ രീതിയിലേക്ക് എക്സ്ചേഞ്ചിൽ വാല്യൂ പോയി. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മില്യൺ കസ്റ്റമേഴ്സ് ഉണ്ട് ബിറ്റ്മാർട്ട് സംബന്ധിച്ച്. അപ്പൊ അതിൽ ലോഞ്ച് ചെയ്യുന്ന പുതിയ പുതിയ ടോക്കൺസ് ഇവരൊക്കെ കാണും. ഇവരുടെ ചാനലുകളിൽ അതിന്റെ പ്രൊമോഷൻ പോകും. അപ്പൊ ആ ടോക്കൺ എടുക്കുന്ന സമയത്ത് ആ ടോക്കൺ നോക്കുമ്പോ ആ മുമ്പ് ആ ടോക്കണിന്റെ ഗ്രാഫ് പോയത് ആളുകൾ നോക്കും, ഓൾ ടൈം ഹൈ നോക്കും. അപ്പൊ ചെറിയൊരു വാല്യൂലാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തിടും. $1 കിടക്കുമ്പോൾ അവർ പർച്ചേസ് ചെയ്തിടും. കാരണം അവർക്കറിയാം ഇത് പീക്കിലേക്ക് പോകും. ഇങ്ങനെ വലിയൊരു ഹൈക്കിലേക്ക് പോയി. ഇനി ഓരോ എക്സ്ചേഞ്ചിൽ എത്തുന്തോറും ഈ ടോക്കണിന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം അത്രയേറെ കസ്റ്റമേഴ്സ് ഈ ടോക്കണെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. പക്ഷെ നമ്മുടെ പ്രൊമോഷൻ അതൊരു എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് കോയിനെ സംബന്ധിച്ചുണ്ടാകുമ്പോൾ. ഈ ഒരു രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കോയിൻ എക്സ്ചേഞ്ച് ആണ്. ഇത് ഞാൻ പറഞ്ഞ ബിറ്റ്മാർട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവര് അനൗൺസ്മെന്റ് വന്നതാണ്. ഇനി എന്താണ് നമുക്ക് ഈ കമ്പനിയിൽ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും? ഈ 2 കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവാതിരിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ, കമ്പനി സെറ്റാണ് അല്ലെങ്കിൽ കമ്പനി ക്രെഡിബിൾ ആയിട്ടുള്ള കമ്പനി ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിനാണ്, നമ്മൾ വാങ്ങുന്ന കോയിൻസ് വാല്യൂ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഇതിൽ എന്താണ് ബെനിഫിറ്റ്, ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ BNB എന്ന് പറഞ്ഞ നെറ്റ്വർക്കുള്ള കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കോയിൻ വലിയ രീതിയിൽ മൂവ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിന്റെ അടുത്ത് ട്രോൺ എന്ന് പറഞ്ഞ നെറ്റ്വർക്കുള്ള കോയിൻ വാങ്ങി നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും.
അത് നമുക്കറിയാം ട്രോൺ നെറ്റ്വർക്ക് ഇതേപോലെ തന്നെ $0.1 ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു നെറ്റ്വർക്കാണ്. ഒരു പ്രോജക്ട് നമുക്കറിയാം, ഒരു പ്രോജക്റ്റിന്റെ ഒരു കോയിൻ ലോഞ്ച് ചെയ്തു, അത് വലിയ മാർജിനിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ അടുത്ത ഒരു പ്രോജക്ട് വരുന്ന സമയത്ത് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം, നമ്മൾ നല്ലൊരു ഫിലിം കാണുകയാണ്, ആ ഫിലിം കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഡയറക്ടർ ആണെങ്കിൽ നമുക്കറിയാം അടുത്ത ഡയറക്ടറെ നമ്മൾ വെയിറ്റ് ചെയ്യും ഒരു പക്ഷേ. ഇതുപോലെ ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ട്രോൺ എന്നുള്ളത്. ആ ട്രോൺ എന്ന് പറയുന്ന നെറ്റ്വർക്കുള്ള കോയിൻ നമുക്ക് വാങ്ങി സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അപ്പോ നമുക്ക് $50 മുതൽ $25,000 വരെ നമുക്കതില് കോയിൻ വാങ്ങി സ്റ്റേക്ക് ചെയ്യാം. $50 എന്ന് പറഞ്ഞാൽ 50 × 90 USDT. നമുക്ക് കമ്പനി ഡോളർ നമുക്ക് തരുന്നതും കമ്പനിയിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യുന്നതും 90-ലാണ്. ഒരു കമ്മീഷനും ഇല്ല. വീക്കിലി വൺസ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ $50 എന്ന് പറഞ്ഞാൽ 50 × 90 4,500 രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വലിയ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്, $100 ആവും, 250 ആവും, 500 ആവും. $1,000 ആണെങ്കിൽ 1000 × 90 90,000 രൂപ, $2,500. ഇനി $20,000 ആണ്, 20,000 × 90 18 ലക്ഷം രൂപ. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ കോയിൻ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അത് ഞാൻ സ്റ്റേക്ക് ചെയ്തു 365 ദിവസത്തേക്ക് സ്റ്റേക്ക് ചെയ്താൽ ഡെയിലി അതിന്റെ 1% to 3% കമ്പനി പറയുന്നു. ഇന്ന് 1 കിട്ടിയിട്ട് 1.2 1.4 വരെ കിട്ടിയിട്ട്, പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് 1% ഡെയിലി റിട്ടേൺ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ 1 ലക്ഷം രൂപയ്ക്ക് കോയിൻ വാങ്ങിച്ച ഒരു വ്യക്തിക്ക് ഡെയിലി 1000 രൂപ, അത് സാറ്റർഡേ സൺഡേ ഒഴിച്ച് മാസം 20 തൊട്ട് 22 ദിവസം വരെ 20,000 22,000 രൂപ ഇങ്ങോട്ടാവും. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തി. അപ്പൊ കമ്പനി ഇത് എങ്ങനെ റിട്ടേൺ കൊടുക്കുന്നു ചോദിച്ചാൽ, തീർച്ചയായിട്ടും കമ്പനി ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. കമ്പനി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഉപയോഗിച്ച് ക്രിപ്റ്റോ ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നു. ആ ട്രേഡിംഗിൽ നിന്ന് ഇൻകത്തിൽ നിന്ന് 1% നമുക്ക് ഡെയിലി ROI ആയിട്ട് തരുന്നു. റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ROI ആയിട്ട് തരുന്നു. അപ്പൊ ഞാൻ 1 ലക്ഷം രൂപ എന്നുള്ള ഒരു ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞില്ല, അത് $50 ആണെങ്കിൽ അതിന്റെ എന്ന് പറഞ്ഞത് 0.5 $100 ആണെങ്കിൽ $1 ആണ്. $100 പറഞ്ഞാൽ 9,000 രൂപ ചെയ്താൽ നമുക്ക് 90 രൂപയാണ്. $250 എന്ന് പറഞ്ഞാൽ 22,500 രൂപയാണ്. നമുക്ക് $2.5. ഇങ്ങനെ $1,000 ചെയ്തു 90,000 രൂപ നമുക്ക് ചെയ്താല് നമുക്ക് $10, അതായത് 9,000 രൂപ നമുക്ക് ഡെയിലി. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റേക്ക് ചെയ്യാം. അപ്പൊ ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം പണമുണ്ട്, നമുക്ക് സ്റ്റേക്ക് ചെയ്ത് നല്ലൊരു വരുമാനം നേടാൻ പറ്റും. ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ 3,65,000 രൂപ നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. 1% 365 വർക്കിംഗ് ഡേയ്സ്. അതിനുശേഷമോ നമ്മളെ വാങ്ങിയ അസറ്റ് അവിടെ ഉണ്ടാവും, കോയിൻ അവിടെ ഉണ്ട്. നിങ്ങൾ $1,000 വാങ്ങിച്ചാൽ 10,000 അപെക്സ് ടോക്കൺ, അതായത് ലിസ്റ്റിംഗ് പ്രൈസിനാണ് കിട്ടുന്നത്. $0.1 കിട്ടുന്നത്. ആ $0.1 നമ്മൾ വാങ്ങിച്ച കോയിന്റെ വാല്യൂ $1 ആയി എന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കാം. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക്, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 10 ലക്ഷം രൂപ റിട്ടേൺ കിട്ടും. അത് കമ്പനി പ്ലാൻ ചെയ്യുന്ന $10 മാറിയെന്ന് വിചാരിക്കാം. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1 കോടി രൂപ റിട്ടേൺ ഉണ്ടാവും. പലപ്പോഴും പല ആളുകളും നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 കോടി രൂപ കിട്ടുക. നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, ഗൂഗിൾ എടുത്ത് അടിച്ചു നോക്കുക. 2010 അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ എത്ര കോടി ഇന്നത്തേക്ക് അവരുടെ അസത്തെ 1 രൂപ മുടക്കിയ ആൾക്ക്, 1 രൂപയ്ക്ക് ബിറ്റ്കോയിൻ വാങ്ങിച്ച ആൾക്ക് അത് 65 ലക്ഷം രൂപയായിട്ട്. അങ്ങനെയെങ്കിൽ 1 രൂപയ്ക്ക് 1,000 കോയിൻ വാങ്ങിച്ച ഒരാൾക്ക് നിങ്ങൾ ചിന്തിച്ചത് 65 ലക്ഷത്തിനോട് 0 ചേർത്താൽ അല്ലേ 6.5 ലക്ഷം രൂപയാണ്. 6.5 കോടി രൂപയാണ്. വീണ്ടും ഒരു 0 ചേർത്താൽ 65 കോടിയാണ്. വീണ്ടും ഒരു 0 ചേർത്താൽ 650 കോടിയാണ് അവസ്ഥ. വെറും 1000 രൂപ മുടക്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ നമ്മളൊന്ന് വന്ന് ഒരിക്കലും ഇതുവരെ നടക്കാത്തതല്ല, നടന്നിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് വലിയ രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും റിട്ടേൺ കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. ഇനി ഒരു പക്ഷെ നമ്മളെല്ലാവരും വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ആളായിക്കോണമെന്നില്ല. ചിലപ്പോ അന്നുള്ള വരുമാനം ആയിട്ട് എങ്ങനെയും മുമ്പോട്ട് തള്ളി നീക്കി പോകുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പോ
500 രൂപ ചെയ്താൽ അതിന്റെ 1% എന്ന് പറഞ്ഞാൽ 45 രൂപയല്ലേ ഡെയിലി കിട്ടുള്ളൂ. ശരിയാണ്, 45 രൂപയെ കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്തൊരു വരുമാനം നേടാനുള്ള ഒരു അവസരം. അതായത് നിങ്ങൾ ഒരു 45 രൂപ അല്ലെങ്കിൽ ഒരു 4500 രൂപ, ഒരു $50 നിങ്ങൾ മുടക്കിയതെങ്കിൽ ഒരു ദിവസം റഫറൽ ചെയ്ത് $50 നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ $50 മുടക്കിയ ഒരാൾക്ക് ഒരു ദിവസം $50 എന്ന് പറഞ്ഞാൽ 4500 രൂപ ഒരു ദിവസം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കമ്പനി നിങ്ങൾ തരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് $50 സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊരു സുഹൃത്ത് ഇതിലൊരു $500 ഇട്ടു. ആ ആള് $500 ഇടുന്നതിന്റെ 10% നിങ്ങൾക്ക് കമ്മീഷനാണ്. ഏതാണ് $50 നിങ്ങളെ അക്കൗണ്ടിൽ കയറുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് $50 നമ്മൾ ചെയ്തിട്ടുള്ളൂ. ചിലപ്പോ ഒരു ദിവസം നമുക്ക് $50 അല്ല $100 ഇൻകം കയറാണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളത് ടോപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി കിട്ടാനുള്ള വരുമാനം ആ വരുമാനത്തിൽ നിന്ന് എടുത്ത് ചെയ്താൽ മതി. ഈ രീതിയിൽ വെറും 4500 രൂപ മുടക്കി ടോപ്പ് ചെയ്തിട്ട് ആ ഐഡി 1000 ആക്കുകയും സീലിംഗ് അച്ചീവ് ചെയ്ത ആളുകൾ ഇന്ന് ഈ ബിസിനസ്സിലുണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം അല്ലേ ചെയ്യാനാവില്ല. നമുക്ക് ഏത് സാധാരണക്കാരനും വെറും ഒരു $50 വെച്ച് ചെയ്ത് മാക്സിമം നമുക്ക് ഒരു $1000 വരെ ഒരു ദിവസം വരുമാനത്തിലേക്ക് ടോപ്പ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. ഇത് മാത്രമല്ല, ഡയറക്ട് റഫറൽ മാത്രമല്ല, കമ്പനി നിങ്ങൾക്ക് ഒരു ടീം ബിൽഡ് ചെയ്യാൻ. പക്ഷെ നമ്മളെ കയ്യിൽ വലിയ എമൗണ്ട് ഇല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം ആളുകളെ കണക്ട് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ടീം ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ മാച്ചിങ്ങിന് 10% കിട്ടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് ഒരു 1 lakh ചെയ്യുമ്പോൾ അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 10%, അതായത് 10,000 രൂപയുടെ USDT എനിക്ക് കിട്ടുന്നു. ഞാൻ മറ്റൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, അവിടെ നിന്നും ഒരു 10,000 രൂപയുടെ USDT കിട്ടുന്നു. ഇത് എന്റെ ലെഫ്റ്റും റൈറ്റും ആണെങ്കിൽ മാച്ച് ചെയ്തിട്ടും 10,000 രൂപയുടെ USDT എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് എത്ര ലെവലിൽ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സുഹൃത്തിനെ കൊണ്ടുപോകും, അദ്ദേഹം നമ്മൾ അറിയാതെ പുതിയൊരു വ്യക്തി ബിസിനസ്സിലെ പരിചയപ്പെടുത്തി, നമ്മളെ ലെഫ്റ്റ് ചാനലിലാണ്. ഇതുപോലെ വ്യക്തി റൈറ്റ് ചാനലിൽ പരിചയപ്പെടുത്തി, നമ്മൾ അറിയുന്ന പോലും ഇല്ല. പക്ഷെ അപ്പോഴും ലെഫ്റ്റും മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ $1000 മാച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് $100 ഇൻകം വരും. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ടീമിൽ 10 പേര് ലെഫ്റ്റ് റൈറ്റും വന്നു. നിങ്ങൾ മനസ്സിലാക്കാല്ലേ, 10 പേര് ലെഫ്റ്റ് വന്നു, ഒരു 10-20 മെമ്പേഴ്സ് റൈറ്റും വന്നു. ഈ ഇവരിൽ ആര് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ അവരിലൂടെ അല്ലെങ്കിൽ ഒരു 20 മെമ്പേഴ്സിലൂടെ മൊത്തം ഒരു 10,000 രൂപയുടെ $10,000 ബിസിനസ് നടന്നാൽ, അല്ലെങ്കിൽ ഒരു $1000 ബിസിനസ് നടന്നാൽ അത് നിങ്ങൾക്ക് 100 കമ്മീഷൻ ഉണ്ടാവുന്ന 9,000 രൂപ ആ ദിവസം നിങ്ങൾക്ക് വരുമാനം കിട്ടും. ഒരു പക്ഷേ ഒരു 6 മാസം കഴിയുമ്പോൾ 50 മെമ്പേഴ്സോ 100 മെമ്പേഴ്സോ ഒരു 1000 മെമ്പേഴ്സോ ഒക്കെ ആവാം, അറിയില്ല. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അതിന്റെ ടീമുകളാണ്. പക്ഷെ ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്ന ആളുകളല്ല, ചിലപ്പോൾ 1-2 ആളുകളെ കണക്ട് ചെയ്തിട്ട് അവരുടെ കണക്ട് ചെയ്യപ്പെട്ട. അപ്പൊ ഒരിക്കലും നമുക്ക് അറിയില്ല നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരൊക്കെ നാളെ നമ്മളെ ടീമിൽ എത്തുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചിലപ്പോൾ ഒരു 10-500 മെമ്പേഴ്സ് വരുമ്പോ നമുക്ക് ഒരു ദിവസം തന്നെ മാക്സിമം നമുക്ക് നേടാൻ പറ്റുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ $10,000, 20,000, 50,000 ഒക്കെ ഡോളേഴ്സ് വരും. എത്ര പോയിന്റ് വാഷ് ഔട്ട് പോലും നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്രയും ഔട്ട് ആയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മളൊക്കെ വരുന്നത് ആളുടെ ടീമിലാണ്. എത്ര പോയിന്റ് ഇപ്പൊ ഞാൻ ഈ കമ്പനിയുടെ സീലിംഗ് അച്ചീവ് ചെയ്തു, ഡെയിലി $1000 മാച്ച് ചെയ്തു, 90,000 പോലെ എത്ര പേര് ആളുടെ ലെഫ്റ്റ് റൈറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പക്ഷെ ആൾക്ക് $1000 ആ ഐഡിയിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 90,000 രൂപയാണ്. ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു 5-6 മാസം നമ്മളൊന്ന് എഫേർട്ട് ഇട്ടാൽ ഡെയിലി 90,000 രൂപ വെച്ച് മാസം നമുക്ക് ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര എഫേർട്ട് ഇട്ടാ മാസം 20,000 രൂപയ്ക്ക് സാലറി വാങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരു മാസം 27 ലക്ഷം രൂപ ഒരു ഐഡിയിലൂടെ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരത്തെ കുറിച്ച് ഷെയർ ചെയ്തത്. സീരിയസ് ആയിട്ട് എടുക്കുക, ഇതിനെ കുറിച്ച് പഠിക്കുക. നമ്മൾ പറയുന്നതൊന്നും നോക്കണ്ട. അപ്പൊ മാതാ പിതാ അല്ലെ, ഗുരു ദൈവം മാറിയിട്ട് ഗൂഗിൾ ദൈവമായിട്ട് എടുക്കുക, അടിച്ചു നോക്കുക. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണ്ട.
പക്ഷേ നിങ്ങൾ ഇത് പഠിച്ച് 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഏറ്റെടുക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾ ഏത് സ്വപ്നം കണ്ട് ഒരിക്കലും താഴെയില്ല. കാരണം താഴാൻ കെൽപ്പുള്ള ലീഡേഴ്സ് ഇന്ന് അപെക്സ് സ്റ്റോക്കാണ്, ഒരു ഡൗട്ടില്ല. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓൺ എക്സ്ചേഞ്ചിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അത് ലോഞ്ച് ചെയ്തു. അതിൽ നമ്മളെ പോയിന്റ് യൂട്ടിലിറ്റി ആയിട്ട് വരുന്നു, പ്രൊജക്ടുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കമ്പനി പറഞ്ഞത് ബിറ്റ്മാർട്ട് ലോഞ്ച് ചെയ്തത് കമ്മിങ് സൂൺ ആണ്. ബിറ്റ്മാർട്ട് ലോഞ്ച് ചെയ്തു, നീ എൽ ബാങ്കിൽ വരുന്നു. അതുപോലെ തന്നെ കൂപ്പണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഫിനാൻസിലേക്ക് എത്തുന്നതോടുകൂടി അടുത്ത ടോക്കൺ ലിസ്റ്റ് അടുത്ത ചോദിച്ചുള്ള ടോക്കൺ, അതായത് ലോകത്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ വലിയ ആളുകളുടെ സ്വപ്നത്തിന് പുറകെ നടന്നാൽ തീർച്ചയായിട്ടും നമുക്കും ചിന്തിക്കാൻ പറ്റും. കാരണം ചില ആളുകളെ സംബന്ധിച്ച് എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ ചിന്തകളുള്ളത്. അപ്പൊ വലിയ വലിയ ആളുകളെ ചിന്ത നമുക്കൊരു പക്ഷേ മാസം നമുക്ക് ലക്ഷം രൂപ അല്ലെങ്കിൽ മാസം നമുക്കൊരു 10,000 കിട്ടുന്ന ഒരാൾക്ക് ഡെയിലി 10,000 രൂപ വരുമാനം കിട്ടുന്ന ആൾക്ക് എന്തായാലും മാറും. അപ്പൊ നമ്മളൊക്കെ മാറും. പല ആളുകളും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഒരു വലിയ കിണർ കുഴിച്ചിട്ട് ആ കിണറിലോട്ട് മൂടി മണ്ണിട്ട് അതിന്റെ മുകളിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളൂ, ആ മണ്ണൊക്കെ കോരി തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ആ സമയമാണ് അപെക്സ് ടോക്കൺ എന്ന കമ്പനി നമുക്ക് മുമ്പിൽ വെക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ. മറ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് പുറകെ വരുന്ന എന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നാസർ സാറിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു ഓൾ. ഹലോ ഓക്കെ, വളരെ വ്യക്തമായിട്ടല്ലേ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആള് പറഞ്ഞ ഏറ്റവും എന്റെ മൈൻഡില് ഏറ്റവും ലക്ഷം രൂപ നമുക്ക് മന്ത്ലി ഇൻകം ആയിട്ട് വാങ്ങാൻ സാധിക്കും ഏതൊരു സാധാരണക്കാരനും എന്ന് കൂടെ വെക്കണം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. ഈ ഒരു മണിക്കൂറോട് അല്ലെങ്കിൽ 1/4 മണിക്കൂറോണ്ട് ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളിത് കേട്ടിരുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അരുൺ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു മീറ്റിംഗിൽ ലാസ്റ്റ് ഒരു ക്ലോസിംഗ് സെക്ഷൻ ഉണ്ട്. ആ ഒരു ക്ലോസ് വരാൻ പോണ വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നും വാഷ് ഔട്ട് ആണെന്നാ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെല്ലാം ആളും ഒരു സാധാരണക്കാരനായിരുന്നു. നമ്മളെല്ലാവരും എന്താ പറയാ എന്തെങ്കിലും ആക്കിയിട്ട് ലൈഫ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ അവസരങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ അവസരം ണെങ്കിൽ ഈ അവസരങ്ങൾ നമ്മൾ ചൂസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ശരിയല്ലേ? ഈ നാട്ടിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ ഒരു നാട്ടില് 3 കാറ്റഗറി ജനങ്ങൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് 3 കാറ്റഗറി ജനങ്ങളുണ്ട്. ഒന്ന് ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്. ഒരുപാട് മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് ആൾക്കാരുണ്ട്. അതിലൊരുപാട് വ്യക്തികൾ ഹൈ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയോ? സിമ്പിളായിട്ടുണ്ടെങ്കിൽ ഈ അവസരത്തെ മനസ്സിലാക്കുന്നത് ഹൈ ക്ലാസ്സിലേക്ക് പോകുന്ന എങ്ങനെ വെച്ചാല് ജസ്റ്റ് സാർ പറഞ്ഞ കാര്യമുണ്ട്. അന്ന് ബിറ്റ്കോയിൻ വാങ്ങിയിട്ട വ്യക്തി ഇന്ന് ഹൈ ക്ലാസ്സിലാണ് ഉണ്ടാവുക. ശരിയല്ലേ? അതുപോലെ പല അവസരങ്ങളും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവും. ആ അവസരം വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ കൺഫേം ആയിട്ടുള്ള വലിയ മാറ്റം
മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഒരു സംശയവും വേണ്ട. എനിക്ക് സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കണം. പക്ഷെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാവണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്താ കാരണം ചോദിക്കുകയാണെങ്കിൽ ഈ അല്ലെങ്കിൽ ഈ ടോക്കൺ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഡെയിലി സീലിംഗ് അല്ലെങ്കിൽ ഡെയിലി വാഷ് ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഈ കമ്പനിയിൽ എന്താ പറയാ കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന വ്യക്തി, ഈ കമ്പനിയിലെ ഏറ്റവും ടോപ്പായിട്ട് ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ നാസർ സാർ ഇപ്പൊ നോക്കാൻ മലപ്പുറം സ്വദേശിയാണ്. ആളെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ സാർ, ഹലോ, പ്രോഗ്രാമിന്റെ വൈൻഡ് അപ്പ് സെക്ഷന് വേണ്ടിയിട്ട് ഹലോ, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ നമ്മളെ അരുൺ സാർ നിങ്ങൾക്ക് എത്ര മനോഹരമാണ് ഈ പ്ലാൻ ഒന്ന് പ്രസന്റ് ചെയ്തത്. ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാനേ അറിയില്ല. കാരണം എന്താണ് ഈ കമ്പനിയെ കുറിച്ച് പറയാൻ അറിയില്ല. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ സിഇഒ അല്ലെങ്കിൽ നമ്മളെ ലീഡർ നമുക്ക് പറഞ്ഞു തന്ന ഒരു മേഖലയെ കുറിച്ച് ഞാൻ ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചോക്കി, 13-14 മാസം മുന്നേ നമ്മളിത് പറയുമ്പോ ആളുകൾക്ക് ചോദിക്കുമായിരുന്നു, ഇത് വരുമോ, ഇത് ലിസ്റ്റ് ആവുമോ, ഇത് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ കിട്ടുമോ, ഇത് വിഡ്രോൾ എടുക്കാൻ പറ്റുമോ, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇത് പറഞ്ഞ 190 ചില്ല രാജ്യങ്ങൾ ഇത് വാങ്ങാൻ പറ്റുമോ, ഇതൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ അന്നും അവരോട് പറയുന്നു, നിങ്ങൾ ഒരു $50 ഇതിന് വേണ്ടത്. $50 മുതൽ മുടക്കൂ. അത് $50 ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് 500 അപ്പെക്സ് ടോക്കൺ തരുന്നുണ്ട്. സുഹൃത്തെ, 500 അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നിങ്ങൾ കാണണ്ട, ഇത് വലിയ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. കാരണം $50 ഒരു ഐഡിയ വന്നതാണ്. നമ്മളെ സാമ്പത്തിക ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഞാൻ 50 എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ 50,000 ഉണ്ടവരുണ്ടാവും, 50 ലക്ഷം ഉണ്ടവരുണ്ടാവും. അപ്പോ നമ്മളെ കമ്പനി $50 മുതൽ $20,000 വരെയുള്ള പാക്കേജുകളുണ്ട്. നിങ്ങളെ സാമ്പത്തികം നോക്കുന്നത് നിങ്ങൾ ചെയ്യാം. അതിന്റെയൊക്കെ മുന്നേ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഒരുപാട് BSE സ്കാൻ ഉണ്ട്, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്, ഹസ്ബിറ്റ് ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, കോയിൻ ബിറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, ബിഗ് മാർക്കറ്റ് അഞ്ഞു വരുന്നു. എൽ ബാങ്ക് 17-ാം തീയതി നമുക്ക് ലോഞ്ചിങ് വരികയാണ്. അത് നമുക്ക് എൽ ബാങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് മന്തിൽ ഇതാ കോയിൻ വരുന്നു. അതിനൊക്കെ മുന്നേ ടോപ്പ് 10 നിൽക്കുന്ന എക്സ്ചേഞ്ചിൽ ബിഗ് ട്രക്സ് വരാൻ പോവാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ കമ്പനി 12 എക്സ്ചേഞ്ചിനെ കൊണ്ടുവരിക. ഈ എക്സ്ചേഞ്ച് ഒക്കെ ഇതിനെ കൊണ്ടുവരുന്നത് നമ്മളെ ടോക്കൺ എല്ലാ കടകളിലും അല്ലെങ്കിൽ എല്ലാ ഷോപ്പുകളിലും അല്ലെങ്കിൽ എല്ലാ എക്സ്ചേഞ്ചുകളിലും വരുന്നൊരു കാലമുണ്ട്. ഇപ്പൊ നമ്മൾ 12 എക്സ്ചേഞ്ച് പറഞ്ഞു. ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യുന്ന കാലങ്ങളിൽ എല്ലായിടത്തും എത്തും. അപ്പൊ നമ്മളെ ഈ അപ്പെക്സ് ടോക്കൺ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ വാങ്ങി വെക്കാനുണ്ടാവട്ടെ. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. മാക്സിമം $50 ഈ നമ്പർ മാക്സിമം ആ ടീമിലേക്ക് പ്രൊമോഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് വലിയ ഏണിങ്സ് ഉണ്ടാവും. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ എപ്പോഴും പ്ലാൻ പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്നത്, നിങ്ങൾ 10, 25, 50, 1 ലക്ഷം 2 ലക്ഷം അല്ല ഉള്ളത്. നിങ്ങൾ $50 മാക്സിമം ആൾക്ക് പറയൂ. അതിനു മുന്നേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവട്ടെ. നിങ്ങൾക്ക് 100% ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും നിങ്ങൾക്കിതില് സീലിംഗ് അച്ചീവർ നിങ്ങൾ തൊട്ടടുത്തുണ്ടാവും. അല്ലെ, ഒരു സീലിംഗ് ഒരു പ്രാവശ്യം അച്ചീവ് ചെയ്താൽ 3 പ്രാവശ്യം അയാൾക്ക് ആ മാസം കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിൽ അത് കണ്ടിന്യൂ ആയിരിക്കും. കാരണം 27 ലക്ഷം രൂപ ഒരു മാസത്തില് വാങ്ങുന്ന കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഞാൻ ചെയ്ത കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളോട് പറയുന്നില്ല. 50 പ്രൊമോഷൻ ചെയ്തോളൂ, 10-50 പേർക്ക് ഇത് കൊടുത്തോളൂ. 3 മാസം കൊണ്ട് നിങ്ങൾ സീലിംഗ് അച്ചീവർ ആയിട്ടുണ്ടാവും. ഒരു മാറ്റവും ഇല്ല ഇതിനകത്ത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾ 100% നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാം. ഒരിക്കലും റോങ് ഇൻഫർമേഷൻ ആർക്കും കൊടുക്കരുത്. നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ചെയ്തത് മാത്രം പറഞ്ഞാൽ മതി. അത് ആൾക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടുന്ന സമയത്ത് നടക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ കമ്പനിയൊക്കെ 13 റാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ 13 റാങ്ക്? 1 നമുക്ക് ക്ലബിലേക്ക് വരിക, 2 നമുക്കൊരു എഡ്യൂക്കേഷൻ തരിക സിയറ കൂടെ, 3 1 ഗ്രാം ഗോൾഡ്. 1 ഗ്രാം ഗോൾഡ് നിങ്ങൾക്ക് വെറുതെ തരിക. എന്തിനാ? നിങ്ങൾ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി. എന്താ ആക്റ്റീവായി കിട്ടുന്നത്? 8,000 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള 1 ഗ്രാം ഗോൾഡ്. 2 ഗ്രാം തരിക. പേരെന്താ വരുന്നത്? ഓരോരോ സ്റ്റെപ്പിലും ടൂറായിട്ടും ഐഫോണായി കമ്പനിയുടെ ഷെയർ ആണ്. ഈ കമ്പനി ലിസ്റ്റ് ചെയ്ത കമ്പനി, ഷെയർ ഇഷ്യൂ ചെയ്ത കമ്പനിയാണ്. ഒരു ഷെയർ നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ
$4250 ഷെയറിന്റെ വാല്യൂ ആണ്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരിക. $1,00,000 നിങ്ങൾ മാച്ച് ചെയ്താൽ മതി. എന്തായാലും പ്രത്യേകത 38,000 വെച്ച് 12 മാസം തരും. 42,500 അപ്പർ സ്റ്റോക്ക് നിങ്ങൾക്ക് തരും. അന്നത്തെ മാർക്കം 12 മാസം കഴിയുമ്പോൾ അന്നത്തെ മാർക്കറ്റിൽ വിറ്റ് വെക്കണം. പിന്നെ ലൈഫ് ടൈം നിങ്ങൾക്ക് എന്ന കമ്പനി നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുക. ഈ കമ്പനി നടക്കുന്ന പ്രോഫിറ്റ് 12 മാസം കഴിഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കും. അതാ. പിന്നെന്താ നമുക്ക് തരുന്നത്? എക്സിക്യൂട്ടീവ് മെമ്പർ ആവുക. എക്സിക്യൂട്ടീവ് മെമ്പർ ആവുന്ന എന്താ കമ്പനിയിലെ എന്താ പ്രത്യേകത എന്താ? $1,14,000 12 മാസം തരും. 3 ഷെയറാണ് തരുന്നത്. അപ്പൊ ഇതൊക്കെ ഈ കമ്പനി നമുക്ക് തരുന്നതിനാണെന്നറിയോ? നമ്മൾ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നതോട് കൂടെയാണ് കമ്പനി. ഇതുവരെ 13 റാങ്കില്ലായിരുന്നു. ഈ 13 റാങ്ക് നമുക്കൊന്ന് പറക്കാൻ തൊട്ട് പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് കമ്പനി 13 റാങ്ക് കൊടുക്കാൻ കമ്പനി തീരുമാനിച്ചത്. അത് ലീഡേഴ്സിനാണ്. നമ്മൾ ബൈലോ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഓരോ 20% എവിടെ പോകുന്നത്? ഈ 15,000 കോടി ടോക്കൺ ഉണ്ടെങ്കിൽ 20% ഫൗണ്ടേഷനുള്ള 20%ഓ സപ്ലൈ, 20% റിവാർഡ്സ് കൊടുക്കാൻ, 10% അഡ്വർടൈസിന് എക്സ്ചേഞ്ചുകൾക്ക്. അതില് ഒരു 7.5% പറയുന്നുണ്ട്. അത് ആർക്കുള്ളതെന്നറിയോ? ഈ ലീഡേഴ്സിനുള്ളതാ. അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ കാണിക്കണം. എന്തൊക്കെ കാണിക്കണ്ടേ? നിങ്ങൾ ലാൻഡ് ക്രൂസർ വണ്ടിയൊക്കെ നമുക്ക് തരാന്ന കമ്പനി പറയുന്നത്. ഇപ്പതാ ഞാൻ ഇതിൽ നിൽക്കുന്ന ഒരു പോസ്റ്റിലെ ക്രിസ്റ്റ വണ്ടിക്കാ പാസ്സായി നിൽക്കുന്നേ. എത്രയോ ആളുകൾ തോന്നുകൊണ്ടിരിക്കുന്നതോ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുൾ പെയ്ഡ് വണ്ടിയാണ് ഈ കമ്പനി തരുന്നത്. ഡൗൺ പേയ്മെന്റ് അല്ല, ഫുൾ പെയ്ഡ്. അങ്ങനെ ഓരോന്നും BMW, ബെൻസ്, വില്ല ഇങ്ങനെയുള്ളതൊക്കെ തരുന്നത് നമുക്ക് ഈ കമ്പനി തരുന്നത്. നമ്മൾക്ക് പ്രൊമോഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. എന്താ പ്രൊമോഷൻ? പിന്നത്തെ ലാഭമുള്ള നമ്മൾ ലൈഫ് സെറ്റ് ആവും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് 3-4 മാസം $50 മാക്സിമം ഒക്കെ നിങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞാൽ 3-4 മാസം കൊണ്ട് നിങ്ങൾ സീലിംഗ് അച്ചീവർ ആവും. സീലിംഗ് അച്ചീവർ 2-3 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു CR ഉണ്ടാക്കിയിട്ടുണ്ടാവും. യാതൊരു മാറ്റമില്ല. ഇത് മാത്രമേ എനിക്ക് നിങ്ങൾ പറയാനുള്ളൂ. $50 ID അല്ലെങ്കിൽ പിന്നെ ID നിങ്ങൾ മാക്സിമം പ്രൊമോഷൻ ചെയ്യുക. നിങ്ങൾ ടീമിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാവട്ടെ. ഏത് രാജ്യത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നോക്കി, എനിക്ക് എന്റെയൊക്കെ പരിമിതിയുണ്ട്. എന്റെയൊക്കെ ഇപ്പൊ സംസാരത്തിന്റെ പരിമിതി ഉണ്ടാവും. പക്ഷെ എന്താ, 9 രാജ്യത്തെ ബിസിനസ് കൊടുക്കാൻ പറ്റി. USA, കാനഡ നമ്മൾ പോയിട്ടില്ല. പക്ഷെ നമ്മുടെ ടീമുണ്ട്. ഫിലിപ്പീനിൽ നമ്മുടെ ടീമുണ്ട്. ഓക്കെ, ഓസ്ട്രേലിയയിലുണ്ട്, പിന്നെ ദുബായിലുണ്ട്, ഖത്തറിലുണ്ട്, സൗദിയിലുണ്ട്, കുവൈറ്റിലുണ്ട്. കുവൈറ്റിലൊക്കെ എന്റെ ടീമിലൊക്കെ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടെന്ന്. ഒരു 100 പേര് കുവൈറ്റിൽ നിന്ന് വർക്ക് ചെയ്യാം, അറിയോ? അങ്ങനെ ഓരോരോ സ്റ്റേറ്റ്, ഓരോരോ രാജ്യത്തും നമ്മുടെ ടീമുകൾ ഇങ്ങനെ നിൽക്കുക. എന്തിനാ? ഇൻസ്റ്റന്റ് വിഡ്രോവല്, ഇൻസ്റ്റന്റ് ഡെപ്പോസിറ്റ്. ആർക്ക് വേണമെങ്കിൽ ഇതിൽ $50 സ്പോട്ടിൽ ആക്ടിവേഷൻ ചെയ്യാം, സ്പോട്ടിൽ വിഡ്രോ കൊടുക്കാം. നമ്മുടെ കറൻസി USDT അല്ലേ? ഇങ്ങോട്ട് കൊണ്ടുപോകലോ. BP20 അല്ലേ? $2 ചാർജ് ട്രസ്റ്റ് വാൾട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ ഫീ അല്ലെ? പറഞ്ഞു വരുന്നത് നിങ്ങൾ മാക്സിമം ഇത് പ്രൊമോഷൻ ചെയ്യാം. $50 ഐഡിയാലും മതി, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഈ 50 നിങ്ങൾക്ക് വലിയ ഏണിങ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇതിൻ്റെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇത് കാണാം. മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാത്തവർക്കെല്ലാം ഇത് കാണാം. ഓക്കെ, അപ്പം ശരി.